നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഫസ്റ്റ് ഡിബേറ്റിലേക്ക് ഒരിക്കൽ കൂടി. 2021 പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ അഥവാ മമതാ ബാനർജിയും അമിത്ഷായും തമ്മിലുള്ള തുറന്ന പോരായിരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അടുത്ത കാലത്ത് സംസ്ഥാന തലത്തിൽ നടന്ന മറ്റേതൊരു തെരഞ്ഞെടുപ്പിനേക്കാളും പ്രാധാന്യത്തിലാണ് ബിജെപി ബംഗാൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 10 വർഷമായി അധികാരത്തിൽ തുടരുന്ന തൃണമൂലിനെയും മമതാ ബാനർജിയെയും പുറന്തള്ളാൻ സകലമാന വഴികളും പാറ്റുന്നുണ്ട് അമിത്ഷാ. സംഘപരിവാറിന് ഒരു കാലത്തും മേൽക്കോയ്മ നേടാൻ സാധിച്ചിട്ടില്ലാത്ത ബംഗാൾ രാഷ്ട്രീയത്തിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് അമിത്ഷായുടെ ബിജെപിയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ അമിത്ഷാ നടത്തിയ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വലിയ ആവേശമുണ്ടാക്കാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞു. ബിജെപിയെ വിജയിപ്പിച്ചാൽ സുവർണ ബംഗാൾ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. ബിജെപിയുടെ തേരോട്ടം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇതിനകം തന്നെ പ്രധാന തൃണമൂൽ നേതാക്കളിൽ പലരും ബിജെപി പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. ആര് പോയാലും പാർട്ടിയും ആശയവും ബംഗാൾ ജനതയുടെ മനസ്സിൽ ബാക്കിയാകുമെന്നാണ് മമത അവകാശപ്പെടുന്നത്. ബിജെപിക്കും മമതയ്ക്കും ആത്മാഭിമാന പോരാട്ടമായി മാറിയ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ പോകുന്നത് ഏതു തരംഗമാണ്? ഫസ്റ്റ് ഡിബേറ്റ് തുടങ്ങുന്നു. 5 ചോദ്യങ്ങളുമായി പശ്ചിമ ബംഗാളിനെ ഇളക്കി മറിക്കുമോ ബിജെപി? തുടരെ നേതാക്കൾ വിട്ടുപോകുന്ന തൃണമൂലിന്റെ അടിത്തറ ഇളകി തുടങ്ങിയിട്ടുണ്ടോ? മതധ്രുവീകരണമോ ബംഗാളിൽ ബിജെപിയുടെ തുറുപ്പുചീട്ട്? സുവർണ ബംഗാൾ എന്ന അമിത്ഷായുടെ വാഗ്ദാനത്തിൽ വീഴുമോ ബംഗാൾ ജനത? ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും സിപിഎമ്മിന് ജീവശ്വാസം തിരികെ കിട്ടുമോ ബംഗാളിൽ? നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജയസൂര്യൻ, ബിജെപിയിൽ നിന്ന് ഡോക്ടർ ഷിജു ഖാൻ, സിപിഐഎം പ്രതിനിധി ജി ദേവരാജൻ, ഫോർവേഡ് ബ്ലോക്ക് ആനന്ദ് കൊച്ചുകുടി, മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം സി ജയസൂര്യൻ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുച്ഛം സീറ്റുകൾ മാത്രം നേടിയ, കണക്കിലെണ്ണാൻ പോലും മര്യാദക്കില്ലാത്ത പെർഫോമൻസ് ഉണ്ടായിരുന്ന ബിജെപി ഇത്തവണ 200-ലെത്തും എന്ന ആത്മവിശ്വാസം കൊള്ളുന്നതിന്റെ അടിത്തറ എന്താണ്? ഒന്നാമത്തെ അടിത്തറ ത്രിപുര തന്നെയാണ്. അവിടെ ഇത്രയും പോലും ഉണ്ടായിരുന്നില്ല. വളരെ ശൂന്യതയിൽ നിന്നാണ് ത്രിപുര പിടിച്ചത്. ബംഗാൾ, ത്രിപുര എന്നൊക്കെ പറയുന്ന ആ പ്രദേശങ്ങൾ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് പാകമായിരിക്കുന്ന അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ മുന്നോട്ട് വച്ചിരിക്കുന്ന ടാർഗറ്റ് നേടാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തൃണമൂൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്റ്റാലിനിസ്റ്റ് ഭരണത്തിന് ബദൽ എന്ന നിലയിലാണ് വന്നത്. പക്ഷേ ആ തൃണമൂൽ കോൺഗ്രസ് തന്നെ പിന്നീട് ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് സർക്കാരായി മാറുന്നതും അതിന്റെ തിക്തഫലങ്ങളും എല്ലാം അനുഭവിച്ചവരാണ് ബംഗാളികൾ. അതുകൊണ്ട് തന്നെ ബംഗാളിൽ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാകും എന്നുള്ളതാണ് സമീപകാല സംഭവ വികാസങ്ങളും നമ്മളെ കാണിച്ചു തരുന്നത്. അതായത് ബിജെപിയിലേക്ക് MLA-മാര് MP-മാരൊക്കെ ചേരുമ്പോൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് വില കൊടുത്ത് മേടിച്ചതാണ്, പൈസ കൊടുത്ത് കോൺഗ്രസുകാരെ വാങ്ങിച്ചതാണ്, മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് ബിജെപിയിലേക്കുള്ളൊരു വഴിയാണ്, തുടക്കമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ CPM-ന്റെയും CPI-യുടെയും MLA-മാര് വരെ കഴിഞ്ഞ ദിവസം ചേർന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളും ഈ യാഥാർത്ഥ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, CPI, CPM എല്ലാ പാർട്ടിയിൽ നിന്നുമുള്ള ഒഴുക്ക് ബിജെപിയിലേക്ക് മാത്രമാണ്. കാര്യമായിട്ട് MLA-മാരൊന്നും ഇല്ലാത്ത, വലിയ പെർസെന്റേജ് ഇല്ലാത്ത പശ്ചിമ ബംഗാളില് ഇവരെല്ലാം പിന്നെ എന്തിനാണ് ബിജെപിയിലേക്ക് ഒഴുകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അവിടെ എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഒരു വലിയ മാറ്റം ആസന്നമായിരിക്കുന്നു. അമിത്ഷായുടെ റാലികളിലൊക്കെ പങ്കെടുക്കുന്ന വലിയ ജനക്കൂട്ടവും അതിന് ഏറ്റവും നല്ല തെളിവാണ്. കൃത്യമായിട്ടും സുവർണ ബംഗാൾ എന്നുള്ള ബിജെപിയുടെ മുദ്രാവാക്യത്തെ ബംഗാളികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ പറയുന്നത് അത് മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിൽ അല്ലെങ്കിൽ ഭരണമുന്നണിയിലുള്ളവർ പോലും ബിജെപിയിലേക്ക് വരുന്നത്, ബിജെപിയാണ് അടുത്തത് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയാണ് എന്നാണ് താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത് ജയസൂര്യൻ, ഒന്നാമത്തെ കാര്യം, അപ്പുറത്തുള്ള പാർട്ടിയെ വഞ്ചിച്ച് കൂറുമാറി വരുന്ന, കാലുമാറി വരുന്നവരാണ് ഇപ്പുറത്തേക്ക് വരുന്നവർ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണല്ലോ പറയാൻ കഴിയുക. അപ്പൊ അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ്. രണ്ടാമത്തത്, മതധ്രുവീകരണത്തിന് ആവശ്യമായ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും അതൊക്കെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അമിത്ഷാ അവിടെ. അപ്പോൾ ആളുകളെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതിൽ തന്നെ ED-യുടെ കുരുക്കിൽ പെട്ടുപോയവർ, അധികാരം മാറിയാൽ ഈ അന്വേഷണങ്ങളിൽ കുടുങ്ങിപ്പോകുമെന്ന് ഭയമുള്ളവർ, അങ്ങനെയുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും വരുന്നത്. മുകുൾ റോയ് മുതൽ ഇപ്പൊ ഇങ്ങോട്ട് എടുത്താൽ സുവേന്ദു അധികാരി വരെയുള്ള ആളുകളുടെ കാര്യം എടുത്താൽ അവരൊക്കെ അധികാരം മാറുമോ എന്ന് ഭയമുള്ളവരാണ്. അധികാരം മാറിയാൽ അന്വേഷണ ഏജൻസികളാൽ
കുടുക്കപ്പെടുമെന്ന് ഭയമുള്ളവർ, അങ്ങനെയുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും വരുന്നത്. പിന്നെ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ പോകുന്ന മുദ്രാവാക്യങ്ങളും ഇതൊക്കെയാണോ നിങ്ങളുടെ ട്രംപ് കയ്യിലിരിക്കുന്ന തുറുപ്പ് ചീട്ടുകൾ? ഇതൊക്കെയാണോ ജനങ്ങളുടെ ഇടയിലെ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങൾ തുറുപ്പുചീട്ട് തന്നെയാണ്. സുവർണ ബംഗാൾ എന്ന് പറയുന്നത് അത്തരമൊരു മുദ്രാവാക്യമാണ്. അതൊരു തുറുപ്പുചീട്ട് തന്നെയാണ്. കാരണം എത്രമാത്രം കെടുതികളാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ ബംഗാൾ ജനത അനുഭവിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പുരോഗതിയിലേക്ക് പോകുമ്പോൾ ബംഗാൾ മാത്രം തൊഴിലാളികളെ കയറ്റുമതി ചെയ്യുന്ന ഒരു ദരിദ്ര സംസ്ഥാനമായിട്ട് കിടന്നാൽ പോരാ. അതുകൊണ്ട് ആ സുവർണ ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനം, ആ ഒരു തുറുപ്പുചീട്ട് കൃത്യമായിട്ടും ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബി ജെ പിയിലേക്ക് വരുന്നവരെല്ലാം കോവിഡ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പോകുന്നത് CAA ആണ് എന്നുകൂടി പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ഈ സുവർണ ബംഗാൾ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒന്നാണല്ലോ. പക്ഷെ CAA എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അവിടെയാണ് ധ്രുവീകരണം എന്ന വാക്കിന്റെ പ്രസക്തി. അല്ല, അവിടെ എന്താണോ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കഴിയാത്തത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അല്ലാത്തത് ജനങ്ങൾ തള്ളിക്കളഞ്ഞോട്ടെ. ഇത് ജനാധിപത്യമല്ലേ. അപ്പോൾ അവരുടെ മുമ്പാകെ വെക്കുന്ന കാര്യങ്ങളിൽ ഇഷ്ടമുള്ളതാണെങ്കിൽ അവർ സ്വീകരിക്കും, അല്ല എങ്കിൽ അവർ തിരസ്കരിക്കും. അതുപോലെ ഈ BJPയിലേക്ക് വന്നവരെല്ലാം ഈ തരത്തിൽ സമ്മർദ്ദത്തിന് കീഴടങ്ങി വന്നവരാണ് എങ്കിൽ ഈ ഭാരതമാസകലം ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് കേവലം ഒരു ആരോപണം മാത്രമാണ്, യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. ശരി, ഞാൻ വരാം. ശ്രീ ഷിജു ഖാൻ, പശ്ചിമ ബംഗാൾ 10-27 വർഷം നിങ്ങൾ ഭരിച്ച നിങ്ങളുടെ പ്രധാനപ്പെട്ട കർമ്മഭൂമിയായിരുന്നു. ഇപ്പോൾ അവിടെ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരിക്കുന്നു. തിരിച്ചുവരവിന്റെ പാതയിലാണ്, ജനങ്ങൾക്കിടയിൽ വിശ്വാസം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് പശ്ചിമ ബംഗാളിൽ BJPക്ക് ഇനിയും ആധിപത്യം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു നാട്ടിൽ BJP വരാൻ പോകുന്നു എന്ന വലിയ പ്രചാരണം നടക്കുന്നത്, അങ്ങനെ അന്തരീക്ഷം രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ തടയുക എന്ന പ്രാഥമിക ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ചകളുടെയും വിശാല സമീപനത്തിലൂടെയും നേരിടേണ്ട തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് CPIM വിചാരിക്കുന്നുണ്ടോ? അതോ CPIMനെ സംബന്ധിച്ച് BJP ആയാലും മമതാ ബാനർജി ആയാലും രണ്ടുപേരെയും മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ലെഫ്റ്റിന്റെ ശക്തി കാണിക്കേണ്ട അവസരമാണിത് എന്നാണോ വിചാരിക്കുന്നത്? നിങ്ങളുടെ ഒരു ലൈൻ എന്താണ് അവിടെ? രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധ മതേതര വിരുദ്ധ രാഷ്ട്രീയം എന്നുള്ളത്. ആ രാഷ്ട്രീയം വർഗീയ ധ്രുവീകരണത്തിലൂടെ, ജനവിരുദ്ധ നയങ്ങളിലൂടെ രാജ്യത്ത് അവർ നടപ്പിലാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രണ്ടാം BJP NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനെല്ലാം ശേഷം രാജ്യത്ത് ഉയർന്നു വന്ന അതിശക്തമായ പ്രക്ഷോഭങ്ങൾ, പ്രത്യേകിച്ച് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും, സംഘടിത തൊഴിലാളികൾ നടത്തിയ നിരവധി ദേശീയ പണിമുടക്കുകളും, ഇപ്പോൾ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ സമരങ്ങളുമെല്ലാം ഒരു പുതിയ ദിശയിലേക്ക് കാര്യങ്ങൾ സഞ്ചരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയത്തെ എക്കാലവും വളരെ ഗൌരവപൂർവ്വം വിലയിരുത്തുന്നവരും വീക്ഷിക്കുന്നവരുമാണ് മലയാളികൾ. വിശേഷിച്ച് ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട അതിശക്തമായ പോരാട്ടത്തിന്റെ കേന്ദ്രം എന്ന നിലയിൽ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അധികാരത്തിലിരുന്ന കാലങ്ങളിലെല്ലാം വർഗീയ കലാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ബംഗാളായിരുന്നു. മതനിരപേക്ഷത വളരെ ശക്തമായി നിലയുറപ്പിച്ച ഒരു ബംഗാളായിരുന്നു. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഉന്നതമായ പ്രതീകമായിരുന്ന ഒരു ബംഗാളായിരുന്നു. എന്നാൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ആ തൃണമൂൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നിരവധി നയങ്ങൾ, പ്രത്യേകിച്ച് ജനവിരുദ്ധമായ നയങ്ങൾ, അഴിമതി അടക്കമുള്ള നയങ്ങൾ, പ്രാദേശിക തൃണമൂലിന്റെ നേതാക്കന്മാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹീനമായ രാഷ്ട്രീയ അധാർമികമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം രാജ്യം ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പോൾ BJP അവിടെ കേന്ദ്ര ഭരണത്തിന്റെ നിഴലിൽ അവിടെ ശക്തി തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷാ അടക്കമുള്ള ആളുകൾ നടത്തുന്ന പ്രചരണ പരിപാടികളെ നാം കാണേണ്ടത്. BJPയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം അവിടെയും അവർ നടപ്പിലാക്കുന്നത് വർഗീയമായ ചേരിതിരിവിനെ ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ്. BJPക്ക് യഥാർത്ഥത്തിൽ BJPക്കുള്ളിൽ വലിയ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെല്ലാം ശേഷം BJPക്കുള്ളിൽ വലിയ കലഹമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അടക്കമുള്ള നിരവധിയായ നേതാക്കന്മാർ BJPയുടെ കൂടാരത്തിലെത്തുന്നു. BJPയുടെ നേതാക്കന്മാരും ഇപ്രകാരം പുറപ്പെട്ടു വന്ന പിന്നീട് മറ്റ് തൃണമൂൽ അടക്കമുള്ള പാർട്ടികളിലെ നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്ന ചേരിയും തമ്മിൽ വലിയ ചേരിതിരിവ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോ ഇത്തരത്തിൽ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന BJP രാഷ്ട്രീയം ഇതെല്ലാം മറച്ചു പിടിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ BJP അധികാരം പിടിക്കും എന്നുള്ള BJP കുഴപ്പത്തിലാണ്, അത് മറച്ചു പിടിക്കാൻ തെറ്റായ പ്രചാരണം നടത്തുകയാണ്. BJP വരാൻ പോകുന്നില്ല, മതനിരപേക്ഷ സമൂഹം അവരെ തള്ളിക്കളയും. ഇതൊക്കെ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പറയുന്നതല്ലേ? നിങ്ങൾ എല്ലായിടത്തും പറഞ്ഞു, ത്രിപുരയിൽ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ബീഹാറിൽ പറഞ്ഞു. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? BJPയുടെ പ്രൊപ്പഗൻഡ പലയിടത്തും സക്സസ്ഫുൾ ആണ്. അവര് സിംഗിൾ ലാർജസ്റ്റ് ആവുന്നു, അവർ ഭരണം പിടിക്കുന്നു. അതാണ് നടക്കുന്നത്. പശ്ചിമ ബംഗാളിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതിപ്പോ എത്രയാണെന്ന് നമുക്കറിയില്ല, കാരണം വലിയ ഒരു നമ്പറിന്റെ വ്യത്യാസം വന്നാലാണ് അവർക്ക് ഭരണം പിടിക്കാൻ കഴിയുക. അത് നടക്കുമെന്ന് അറിയില്ല. പക്ഷേ BJP വരുമെന്നൊരു ആംബിയൻസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ തള്ളിക്കളയാനും കഴിയില്ലല്ലോ. അപ്പോ എങ്ങനെ ചെറുക്കാം എന്ന കാര്യത്തിൽ ഒരു പൊതുവായ സമീപനമുണ്ടോ? എന്താണ് പ്രധാനമായ ചോദ്യം? നിഷാദെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ പറയുന്ന പതിവ് ശൈലിയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന അങ്ങയുടെ വിലയിരുത്തലിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് അറിയാം, ഇപ്പോൾ BJP നാം തുടക്കത്തിൽ BJPയുടെ ഒന്നാം സർക്കാർ വന്നപ്പോഴും അതിനുശേഷമുണ്ടായ സാഹചര്യങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. പല തെരഞ്ഞെടുപ്പുകളിലും നമ്മളത് കാണുകയുണ്ടായി. ഇപ്പോ ഈ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ പോലും നമുക്കത് വിലയിരുത്താം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ രാജസ്ഥാനിൽ അടക്കം നടന്ന തെരഞ്ഞെടുപ്പ്, മധ്യപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുലേറ്റഡ് സ്റ്റേറ്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്രയിൽ നിന്ന് BJPയെ തൂത്തെറിഞ്ഞ് അവിടെ വലിയ വിജയമാണ് അവിടെ പിന്നീട് BJP വിരുദ്ധ ശക്തികൾ നേടിയത്. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട BJP, ബീഹാറിൽ പോലും BJP പറഞ്ഞതുപോലെയും കേന്ദ്ര സർക്കാരിന്റെ വലിയ പിന്തുണയോടെ നടപ്പിലാക്കിയ പിന്നെ പ്രചാരണ കോലാഹലത്തിന് വലിയ സ്വീകാര്യത BJP പശ്ചിമ ബംഗാളിൽ അങ്ങനെ വരാനൊന്നും പോകുന്നില്ല. അവരവിടെ മെജോറിറ്റി ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് BJP ഇവിടെ ആകെ വരാൻ പോവുകയാണെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടി ഒരുമിക്കണം എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല എന്നാണ് CPM-ന്റെ ലൈൻ. അല്ല നിഷാദ്, ഞാൻ ആ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിൽ അവിടുത്തെ മതേതര രാഷ്ട്രീയ മുന്നണികളും മതേതര പാർട്ടികളുമെല്ലാം ഇപ്രകാരം BJPയും തൃണമൂൽ കോൺഗ്രസും സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന, അഴിച്ചുവിട്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തുറന്നു കാണിക്കാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പും അവിടെയുണ്ടായ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റവും അടക്കം ഞങ്ങളുടെ മുന്നിലെ വലിയ പ്രതീക്ഷയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന, പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ആസാമിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഒരേ കാലയളവിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും അവിടെ ലഭിക്കാൻ പോകുന്നത്. ജി ദേവരാജൻ, ഒറ്റനോട്ടത്തിൽ അവിടെ മമതാ ബാനർജിയും അമിത്ഷായും തമ്മിലുള്ള പോരാട്ടമാണ്. അത് ഓരോ ദിവസവും പുതിയ പുതിയ തലങ്ങളിലേക്ക് വികസിക്കുകയും ചെയ്യുകയാണ്. ഈ രണ്ട് പോരാട്ടത്തിനിടയ്ക്ക് ഷിജു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ലെഫ്റ്റിനടക്കം വലിയ റോൾ നിർവഹിക്കാനുണ്ടെന്നാണ്. ലെഫ്റ്റിന്റെ റോൾ അവിടെ ഇപ്പോഴും പ്രസക്തമായിട്ടുണ്ടോ? അത് വലുതാവുന്നുണ്ടോ? അതോ വളരെ പ്രായോഗികമായ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്? ലെഫ്റ്റിന് ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യാനുണ്ടോ അവിടെ? നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമില്ല. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയം ഇവിടെ നിഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ വല്ലാതെ കലങ്ങി മറിയുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന്, ഈ BJP ഏത് തരത്തിലാണ് അവിടെ നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നേറുന്നത്. രണ്ട്, നിലവിലെ TMC തൃണമൂൽ കോൺഗ്രസിന് എന്താണ് സംഭവിക്കുക. മൂന്നാമത്തേത്, ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തിനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ്. ഇത് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്നാമത്തെ, നമുക്ക് BJPയുടെ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള അവരുടെ ജനാധിപത്യ വിരുദ്ധമായ സമീപനം എല്ലാ സംസ്ഥാനങ്ങളിലും അവർ തുടരുന്നത് പശ്ചിമ ബംഗാളിലും അവർ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മണിപ്പൂരിലും ഗോവയിലും നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിൽ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്.
കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. പല സംസ്ഥാനങ്ങളിലും ഈ കുതിര കച്ചവടത്തിലൂടെ ജനാധിപത്യത്തെ പിൻവാതിലിലൂടെ അട്ടിമറിച്ച് അധികാരം പിടിക്കുവാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ 4 സീറ്റാണ് ഉണ്ടായിരുന്നത്, MLA-മാരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അവർക്ക് 15 MLA-മാരുണ്ട്. അതിൽ 11 MLA-മാരെയും ഇവർ പല പാർട്ടികളിൽ നിന്നായി പല ഘട്ടങ്ങളിലായി ചാക്കിട്ട് പിടിച്ചിട്ടാണ് ഈ 15 MLA-മാരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ BJPക്കാർ പറയുമായിരിക്കും സ്വമേധയായി ഇവരെല്ലാവരും BJPയിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ ഇവർക്ക് പറയാൻ കഴിയുമായിരിക്കും. പശ്ചിമ ബംഗാളിലെ ഗവർണറുടെ ഓഫീസ് തന്നെ ഒരു BJP ഓഫീസായി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് നാളുകളേറെയായി. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പാർട്ടി നേതൃത്വത്തോട് വിരോധമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയാൽ അടുത്ത ദിവസം അവിടുത്തെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുകയാണ്. എന്നിട്ട് ഓരോ ദിവസവും മാസാമാസം പുതിയ പുതിയ റിപ്പോർട്ടുകൾ ഡൽഹിയിലേക്ക് അയക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന നില തകരാറിലായിരിക്കും. ഈ ജോലിയാണ് കഴിഞ്ഞ കുറെ നാളായി ഇവിടുത്തെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ വാഹന വ്യൂഹത്തെ തടഞ്ഞു എന്നതിന്റെ പേരിൽ 3 IPS ഓഫീസർമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. മാത്രവുമല്ല ചീഫ് സെക്രട്ടറിക്കും DGPക്കും ഒക്കെ കത്തുകൊടുത്ത് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ആ ഗവൺമെന്റിന്, അത് ഏത് ഗവൺമെന്റും ആയിക്കൊള്ളട്ടെ, ഒരു ഗവൺമെന്റിനെ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് സകല തത്വസംഹിതകളും മറന്നുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലുവാനുള്ള ശ്രമം പശ്ചിമ ബംഗാളിൽ BJP നടത്തുന്നു. അത് ഒരു സ്വാഭാവികമായ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ബിൽഡപ്പ് നടത്തുകയാണ് BJP. ഞങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു ബിൽഡപ്പ് നടത്തുന്നു. അതിന് അഡ്മിനിസ്ട്രേഷനെ അവർ തകരാറിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റു പാർട്ടികളെ പിളർത്തി അംഗങ്ങളെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പണാധിപത്യം, പണക്കൊഴുപ്പ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യവും പശ്ചിമ ബംഗാളിലുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പം നമ്മുടെ വിന്റർ സെഷൻ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നടക്കേണ്ടതാണ്. കർഷക സമരം ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന, ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉയർത്തുന്ന ഭീഷണികളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന പാർലമെന്റ് സെഷൻ പോലും കൂടാതെ ഇപ്പോഴിവിടുക. അതിന് പറഞ്ഞ കാരണം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ശീതകാല സമ്മേളനം ഉണ്ടായില്ല. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന റാലികളിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഒരു പ്രോട്ടോകോളും പാലിക്കാതെ, മാസ്ക് പോലും ധരിക്കാതെ ആളുകൾ അമിത്ഷായുടെ പുറകെ പോവുകയാണ്. ആരാണ് അമിത്ഷാ? ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാണ്. അദ്ദേഹമാണല്ലോ ഈ പ്രോട്ടോകോളൊക്കെ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് നൽകുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമനാണ്. അദ്ദേഹത്തിന്റെ റാലിയിലാണ് ഈ പ്രോട്ടോകോളൊക്കെ ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കുന്നത്. അത് പറഞ്ഞാൽ ഒരു അവർ പ്രഖ്യാപിക്കുന്ന നടപടികളോട് തരുമ്പും ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രവർത്തനം അവരുടെ ആ ഭാഗത്ത് അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള അഴിമതി, ആ അഴിമതിയിൽ ശാരദ മുതൽ നാരദ വരെയുള്ള നിരവധിയായിട്ടുള്ള അഴിമതികൾ അവിടെ നടന്നു. ആ അഴിമതിയിൽ ഈ ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്ന ശുവേന്ദു അധികാരിയും മുകുൾ റോയും ഒക്കെയാണ് പ്രതികൾ. പക്ഷേ ഈ ശുവേന്ദു അധികാരിയും മുകുൾ റോയ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ BJPയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ BJPയുടെ തന്നെ വെബ്സൈറ്റുകളിൽ നിന്ന് ഇവർ കോഴ വാങ്ങിക്കുന്ന വീഡിയോകളൊക്കെ അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പവിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള CBI അന്വേഷണം പോലും ഇല്ലാണ്ടായി എന്ന് നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ കുറേയധികം ഫാക്ടേഴ്സ് പറഞ്ഞു ദേവരാജൻ. അവിടെ അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതി മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതാണല്ലോ. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ കുറെ കാലമായി, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായി താഴെത്തട്ടിൽ അതിന്റെ പ്രവർത്തനം നടത്തുന്നുണ്ട് BJP എന്ന് നമുക്കറിയാം. ഏറ്റവും അവസാനം ഇപ്പോൾ CAA നടപ്പിലാക്കുമെന്ന് പറയുന്ന പൗരത്വ ബിൽ നടപ്പിലാക്കിയ ഒഴിഞ്ഞ കയറ്റക്കാരെ മുഴുവൻ ആട്ടിപ്പുറത്താക്കുമെന്ന പ്രഖ്യാപനം ഏതാണ്ട് എല്ലായിടത്തും നടത്തുന്നുണ്ട്. അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത, നേരത്തെ ചോദിച്ചതുപോലെ ഈ പറയുന്ന യാഥാർത്ഥ്യബോധമുള്ള മറുപടി, അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത ചെറുതല്ലല്ലോ അവിടെ. അതിനകത്ത് BJPക്ക് പ്രതീക്ഷ വെച്ചുകൂടെ? പിന്നെ ഒരു നിലയ്ക്കും BJP വലിയ നമ്പർ ഉണ്ടാക്കില്ല എന്ന് പ്രതീക്ഷിച്ച ത്രിപുരയിലൊക്കെ ഒറ്റ വീഴ്ചയാണ് വീണത്. അത് സംഭവിച്ചുകൂടെ? ഇല്ല, ഞാനതിനെ കണ്ണുമടച്ച് എതിർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എന്റെ ഗ്രൗണ്ട് അറിയാവുന്ന ഒരു പൊതുപ്രവർത്തന നിലയിൽ ഞാനിതിനെ കണ്ണുമടച്ച് എതിർക്കുന്നില്ല. ഈ കളികളൊക്കെ തന്നെ വളരെ ബോധപൂർവം പശ്ചിമ ബംഗാളിലെ ജനങ്ങളിടയിൽ ചലനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെ മറികടക്കുവാനുള്ള തന്ത്രങ്ങളാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ ആവിഷ്കരിക്കേണ്ടുന്നത് എന്ന അഭിപ്രായക്കാരൻ കൂടിയാണ് ഞാൻ. അത് ഈ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ ബംഗാളി ദേശീയതയെ കപടമായി ഉയർത്തിക്കൊണ്ടുവരാനൊരു ശ്രമം അമിത്ഷായും BJPയും അവിടെ നടത്തുന്നുണ്ട്. അതിനവർ സുഭാഷ് ചന്ദ്രബോസിനെയും വിവേകാനന്ദനെയും ശ്രീരാമകൃഷ്ണ പരമഹംസനെയും ഒക്കെ കൂട്ടുപിടിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നവോത്ഥാന നായകന്മാരെയും ഒക്കെ BJPയുടെ ബ്രാൻഡാക്കി മാറ്റുവാനുള്ള ശ്രമം അവിടെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്നത്. ഒപ്പം ഇവർ പറയുന്നത് ബംഗാളിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോണാർ ബംഗ്ല,
അതായത് സുവർണ ബംഗാൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. സുവർണ മധ്യപ്രദേശും സുവർണ ഉത്തർപ്രദേശും സുവർണ കർണാടകയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അവർ സുവർണ ബംഗാൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് ഉത്തർപ്രദേശിലെ അവസ്ഥ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുത്തെ മതന്യൂനപക്ഷങ്ങളും ദലിതുകളും പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആ സുവർണ നിമിഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് ബംഗാളിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു വലിയൊരു വിഭാഗം ആളുകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുവാൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇപ്രകാരമുള്ള ക്യാമ്പയിനുകൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അത് തെരഞ്ഞെടുപ്പ് ഫാക്ടറായി മാറാനുള്ള സാധ്യത താങ്കൾ തള്ളിക്കളയുന്നില്ല. ഞാൻ ഷിജു ഖാൻ, ഇപ്പോ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്, വിചാരിച്ചതുപോലെ പ്രവർത്തിക്കാത്ത സംസ്ഥാനങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ബീഹാറിലടക്കം JDU-വിനേക്കാൾ വലിയ പാർട്ടിയാവാനും വലിയ മുന്നേറ്റം നടത്താനും ഒക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവായ പരിശോധനയിൽ BJP-യുടെ മുന്നേറ്റമാണല്ലോ നമ്മുടെ മുൻപിലുള്ളത്. അവർക്ക് തിരിച്ചടി നേരിട്ട സംഭവങ്ങളുമുണ്ട് എങ്കിൽ കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ BJP അധികാരത്തിൽ വരുന്ന രീതി അവലംബിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബംഗാളിലെ കാര്യം മാത്രം എടുത്താൽ BJP-യുടെ വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ള വർധനയെ ഷിജു ചെറുതായി കാണാൻ വേണ്ടി പാടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40% മുകളിൽ വോട്ടുള്ള പാർട്ടിയാണ്. തൊട്ടു മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ 10% മാത്രമുണ്ടായിരുന്ന, അതിന് തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 4% മാത്രം വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി 4-10 ആവുന്നു, 10-40 ആവുന്നു. ഇത് കൺമുന്നിൽ നിൽക്കെ BJP ഒന്നും ചെയ്യില്ല അവിടെ കാര്യമായിട്ടെന്നൊക്കെ പറയുന്നത് ഒരു വേണ്ടാത്ത പ്രതീക്ഷയാണ്. ഞാൻ നിഷാദെ, നമ്മൾ ആ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും ബംഗാളിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ല. ബംഗാളിൽ ഇപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങളും കോടികൾ പണവും ഒക്കെ ഇറക്കി നടത്തുന്ന വലിയ കുൽസിതമായ ഒരു പരിശ്രമത്തെ ഞാൻ ഗൗരവപൂർവ്വം തന്നെയാണ് കാണുന്നത് നിഷാദെ. എന്നാൽ ഞാൻ ചേർത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവരിപ്പോൾ സോനാർ ബംഗ്ല എന്നാണല്ലോ പറയുന്നത്. അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്നത് ബംഗാൾ വിഭജനത്തിനെതിരായ അതിശക്തമായ പോരാട്ടത്തിന്റെ നടുവിൽ ടാഗോർ എഴുതിയ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു മുദ്രാവാക്യം, ഒരു കവിതയിലെ പ്രസക്ത ഭാഗമാണ്. അത് ബംഗാൾ വിഭജനത്തിനെതിരായി അപ്പോൾ നടന്നതായാലും പിന്നീട് ഇന്ത്യ പാക് വിഭജന സമയത്ത് പിന്നെ അഭയാർത്ഥികളായി വന്നവരെ സ്വീകരിച്ച ബംഗാളിന്റെ കാര്യമായാലും, പിന്നീട് 71-ലെ ബംഗ്ലാദേശ് വിഭജന കാലത്ത് പിന്നീട് പാകിസ്ഥാൻ വിഭജന കാലത്ത് വന്ന അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിലായാലും ബംഗാൾ തുടരുന്ന ഒരു വലിയ പാരമ്പര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മതപരമായ ധ്രുവീകരണം സംഘടിപ്പിച്ചുകൊണ്ട് അത് ഒറ്റ അജണ്ടയാണ് BJPക്ക് ബംഗാളിൽ പ്രതിഷ്ഠിക്കാനുള്ളത്. അത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് മാത്രമാണ്. വേറെ ബംഗാളിനെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അജണ്ടയും BJPക്ക് അവിടെ പരീക്ഷിക്കാനില്ല. ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം അങ്ങ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം മാറുകയാണ്. കാരണം ഈ കോവിഡിന്റെ കാലയളവ് മാത്രം പരിശോധിച്ചാൽ അപ്രകാരം ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് CPIM-ന് വലിയ തിരിച്ചടി നേരിട്ട പല ഗ്രാമങ്ങളും പല പട്ടണങ്ങളും പല ജില്ലകളും ഇപ്പോൾ ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിന് പറയുന്ന കാരണം ഈ കോവിഡിന്റെ കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തിയ നിരവധിയായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യ വിതരണം അടക്കമുള്ള പദ്ധതികളുണ്ട്. കോവിഡ് പ്രതിസന്ധി അതിജീവിക്കാൻ നടത്തിയ അതിഗംഭീരമായിട്ടുള്ള പ്രചരണ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് മാറി നിന്നിരുന്ന NGO ജനവിഭാഗങ്ങൾ, അതല്ലെങ്കിൽ മറ്റ് സ്വതന്ത്ര ബുദ്ധിജീവികൾ, അതല്ലെങ്കിൽ വ്യത്യസ്ത നിലപാടുകളുള്ളവർ, അവർ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ ഒരു നിലപാട് ഇടതുപക്ഷത്തോടൊപ്പം ചേർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് കൃത്യമായ കാരണങ്ങൾ എനിക്കും രാഷ്ട്രീയ ഷിജു ലെഫ്റ്റ് മെച്ചപ്പെടുമെന്ന് ഷിജുവിന്റെ യുക്തിസഹമായി പറയാൻ കഴിയും. കാരണം ലെഫ്റ്റിന്റെ പ്രവർത്തനം കുറച്ചുകൂടി താഴെത്തട്ടിലെത്തുന്നുണ്ട്. അവരുടെ റാലികളിലും മറ്റുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കാനൊക്കെ കഴിയുന്നുണ്ടെന്നുള്ള ഒരു മാറ്റമാണ്. സംഗതി ചെറുതല്ല. ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തകനോടൊപ്പം. ശ്രീ ആനന്ദ് കൊച്ചുകുടി, 4 സീറ്റിൽ നിന്ന് 200 എന്ന നമ്പറിലേക്ക് വരാമെന്നൊക്കെ അമിത്ഷാ ആളുകളെ പ്രലോഭിപ്പിക്കാൻ പറയുകയാണ്. അപ്പുറത്ത് നാളെ കൊണ്ടുവരാനൊക്കെ അതിലൊന്നും കാര്യമില്ല എന്ന് വിമർശിക്കുന്നവരുണ്ട്. 2 അക്കം കടന്നാൽ ഞാൻ ട്വിറ്റർ ഉപേക്ഷിക്കുമെന്നാണ് ഈ പ്രശാന്ത് കിഷോർ പറയുന്നത്. പ്രശാന്ത് കിഷോർ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളെന്ന് വിചാരിക്കുന്ന ആളാണല്ലോ നമ്മൾ പൊതുവെ. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പൊ BJP പറഞ്ഞതിനെ കാര്യമായി എടുക്കേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതേസമയം മറ്റു പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായി, അവിചാരിതമായി, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറം BJP ഒറ്റ വരവ് വന്ന സംസ്ഥാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം, ത്രിപുരയടക്കം. ഇതിനകത്ത് സാധ്യതയുള്ള ഒരു സംഗതിയായിട്ട് താങ്കൾ കാണുന്ന എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് അവിടെ നേടിയവരാണ് എന്ന് ഓർക്കണം. 40% വോട്ട് നേടിയവരാണ് 2019. അപ്പൊ ഈ ബംഗാളിന്റെ മതേതരമായ അടിത്തറ, അവരുടെ പാരമ്പര്യം, അതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം.
എനിക്ക് തോന്നുന്നു ഇനിയും തെരഞ്ഞെടുപ്പിലേക്ക് സമയം ആവശ്യത്തിനുണ്ട്. BJP അവരുടെ ക്യാമ്പയിൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയും അവർക്ക് 3-4 മാസങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അവർ ഇനിയും പല തുറപ്പുചീട്ടുകളും പുറത്തെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നേതാക്കൾ പല പാർട്ടികളിൽ നിന്നും കൊഴിഞ്ഞു പോവുകയും അവരെല്ലാവരും BJPയിൽ വന്ന് ചേരാനും സാധ്യതയുണ്ട്. BJP എന്ന് പറയുന്നത് ത്രിപുരയിലായാലും ഇതുപോലെ ഇനിയിപ്പോൾ ഭാവിയിൽ കേരളത്തിലായാലും അവർക്ക് ശക്തിയില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവർ വേറെ പാർട്ടികളുടെ നേതാക്കളെ തന്നെയാണ് അവർ കടമെടുത്ത് അവരെ നേതാക്കളാക്കുന്നത്. അതിപ്പോ ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ ആയാലും ത്രിപുരയിലെ ബർമൻ ആയാലും ഇനിയിപ്പോൾ ബംഗാളിലെ മുകുൾ റോയ് ആയാലും അവിടെ ഇനിയിപ്പോൾ സുവേന്ദു അധികാരി വന്നിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ നേതാക്കൾ വന്നേക്കാം, നമുക്കറിയില്ല. അപ്പോൾ BJPക്ക് ഇനിയും സമയമുണ്ട്. പ്രശാന്ത് കിഷോർ ഇപ്പോൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തിട്ടുള്ള UP 2017 ഒഴിച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്. അദ്ദേഹം ആർക്കു വേണ്ടിയാണോ ക്യാമ്പയിൻ നടത്തുന്നത് ആ പാർട്ടി ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് കോയലിഷന് വേണ്ടിയാണോ നടത്തുന്നത് ആ കോയലിഷൻ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കാതിരുന്നത് UPയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൂടി ഉണ്ടായിരുന്ന ആ ഒരു സഖ്യത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് വിജയം സമ്മാനിക്കാൻ കഴിയാതെ പോയത്. ബംഗാളിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി തന്നെയാണ് TMC ഫോളോ ചെയ്യുന്നത്. UPയിൽ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നതൊന്നും കോൺഗ്രസിന്റെ നേതാക്കൾ പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയും അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ബംഗാളിൽ ഇപ്പോൾ TMCയുടെ മുതിർന്ന നേതാക്കൾ തന്നെ ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസിലും ഇദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരുന്നതിലും വളരെ അതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ക്യാമ്പയിൻ നടക്കുന്നത്. ഇനിയും പക്ഷേ 3-4 മാസങ്ങൾ സമയമുണ്ട്. അപ്പോൾ അമിത്ഷായും BJPയുടെ എൻറ്റയർ മെഷീനറി, ഇലക്ഷൻ മെഷീനറി, അവരുടെ അക്ഷയപാത്രം പോലെ അവർക്ക് കോടിക്കണക്കിന് പണം എല്ലാം അങ്ങോട്ട് ഒഴുകും. അപ്പോൾ ഇനിയും നമുക്ക് സമയമുള്ളതുകൊണ്ട് ഇപ്പോൾ പറയുക അസാധ്യമായിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, 2016 തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർക്ക് 2019 ലോക്സഭാ ഇലക്ഷനിൽ എത്തിയപ്പോൾ 40% വലിയൊരു കുതിച്ചുചാട്ടം. 4 അസംബ്ലി സീറ്റ് ഉണ്ടായിരുന്ന അവർക്ക് 40% വോട്ട് 2019 ഇലക്ഷനിൽ കിട്ടി. അത് നിസ്സാരമായി കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് BJPക്ക് പറ്റാത്ത ഒരു മണ്ണാണ്, BJPയുടെ താമര വിരിയാൻ പാടുള്ള നിലമാണ് എന്ന് വിചാരിക്കുന്നത് അപ്രസക്തമാണ്. കാരണം അതിന്റെ ട്രെൻഡ് അത് കാണിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായി എന്നാണ്. ശ്രീ ജയസൂര്യൻ, താങ്കൾ പറഞ്ഞു തൊഴിലാളികളെ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് മാറി വികസനോന്മുഖമായ കാഴ്ചപ്പാടുള്ള സംസ്ഥാനമായി സുവർണ ബംഗാളാക്കിയതിനെ മാറ്റുമെന്ന് ഞങ്ങളുടെ മുദ്രാവാക്യം ഏറ്റെടുക്കുമെന്ന്. പശ്ചിമ ബംഗാളിൽ നിന്ന് കേരളത്തിലും മറ്റും പണിയെടുക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ കൂടെ UPയിൽ നിന്നുമൊക്കെ പണിയെടുക്കാമെന്ന് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവർക്കറിയാമല്ലോ ഈ UP ഇപ്പോൾ ഭരിക്കുന്ന BJP എന്താണ് അവിടുത്തെ പൗരന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ കൊൽക്കത്തക്കാരനും അല്ലെങ്കിൽ ഈ ലക്നൌക്കാരനും എല്ലാവരും ഒരുമിച്ച് പണിയെടുക്കുന്നത് നമുക്കറിയാം. അപ്പൊ സുവർണ സംസ്ഥാനമാക്കി മാറ്റാമെന്ന നിങ്ങളുടെ വാഗ്ദാനങ്ങൾ എവിടെയൊക്കെ പ്രാവർത്തികമായിട്ടുണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാൽ സ്വാഭാവികമായിട്ടും അത് ഏശാതെ വരും. പിന്നെ ബംഗാളിലായാലും എവിടെയായാലും അല്ല, അത് അവര് പഠിച്ച് ഉറപ്പാക്കിയിട്ട് വോട്ട് ചെയ്താൽ മതി എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അവര് 3.5 പതിറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ ജീവിച്ചവരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനതയാണ്. കാരണം 3.5 പതിറ്റാണ്ട് എന്ന് പറയുന്നത് ചെറിയ കാലമല്ല. അപ്പോ കമ്മ്യൂണിസത്തിൽ ജനിച്ച് കമ്മ്യൂണിസത്തിൽ വളർന്ന് കമ്മ്യൂണിസത്തിൽ ജീവിച്ചവരാണ്. അത് മാത്രമല്ല, ബംഗാളിന്റെ പാരമ്പര്യം, ഇന്ന് ബംഗാൾ എന്ത് ചിന്തിക്കുന്നുവോ നാളെ ഇന്ത്യ അത് ചിന്തിക്കും എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാരമ്പര്യം അവർ തുടരുകയാണെങ്കിൽ ഇന്ന് ബംഗാൾ എന്താണ് ചിന്തിക്കുന്നത് എന്നും അവിടുത്തെ ജനതയ്ക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാതെ ഈ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് അതിന്റെ ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഗവർണർ അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, രാഷ്ട്രീയമായിട്ടുള്ള ഒരു അട്ടിമറിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 300 പേരുടെ ജീവനാണ് BJPക്ക് നഷ്ടപ്പെട്ടത്. ഈ മമതാ ബാനർജിയുടെ കാലഘട്ടത്തില് ഈ 300 പേരെ കൊന്നത് ഗവർണറൊന്നുമല്ല, അത് തൃണമൂൽ കോൺഗ്രസിന്റെ ആൾക്കാരാണ്. അപ്പൊ അത് ചെറിയൊരു സംഖ്യയല്ല. മാത്രമല്ല 40% ആൾക്കാര് BJPയിലേക്ക് വന്നു എന്ന് പറയുമ്പം ബംഗാളിലെ 40% വോട്ടർമാരുടെ വീട്ടില് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോയി സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടുമല്ല. അപ്പോൾ 40% പേരുടെ വോട്ട് കിട്ടിയത്
അവർ തീർച്ചയായിട്ടും രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ നമ്മുടെ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം അത് വളരെ നല്ലതാണ്. പ്രശാന്ത് കിഷോറിനെ തൃണമൂൽ കോൺഗ്രസ് ദത്തെടുത്ത് സ്വന്തം കൂടെ നിർത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോ അങ്ങനെ ദത്തെടുത്ത് നിർത്തിയ ആൾക്കാരുടെ അനുഭവങ്ങൾ ആവർത്തിക്കട്ടെ, അതും നല്ല കാര്യമാണ്. അല്ല, പ്രശാന്ത് കിഷോറിനെ നിങ്ങൾ ദത്തെടുത്ത് കൂടെ നിർത്തിയിരുന്നു, നിങ്ങളാണ് ആദ്യം ഉപയോഗിച്ചത്. അതെ, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് മോശം അനുഭവമല്ല. അതെ അതെ അതെ. അപ്പോ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഗ്രാഫും ഒക്കെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പ്രശാന്ത് കിഷോറിനെ ഇപ്പോ മമതാ ബാനർജി കൂടെ നിർത്തുന്നത് നല്ലതാണ്. ആർക്ക്? BJPക്ക് നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് BJPയിലേക്ക് എംഎൽഎമാരും ഒക്കെ ചേരുമ്പോൾ മോഡിക്ക് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അവസാനം വരെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾ അപ്പുറത്ത് നിന്നാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ല, അതൊന്ന് വിശദീകരിക്കാമോ? നിങ്ങളുടെ കൂടെ നിന്നപ്പോ മെച്ചപ്പെട്ട റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ അഡ്വൈസർ ഇപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ഗുണമാവുമെന്നാണ് താങ്കൾ പറയുന്നത്? അതായത് ആ അഡ്വൈസറുടെ ഇപ്പോഴത്തെ നിലവാരത്തെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യതയുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അപ്പുറത്ത് നിന്നോട്ടെ എന്ന് കരുതിയത്. ഇനിയിപ്പം നാളെ ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പറയരുത് പ്രശാന്ത് കിഷോറിനെ അമിത്ഷാ അങ്ങോട്ട് അയച്ചതായിരുന്നു, കൂടുതൽ പൈസ ഇപ്പുറത്തുനിന്ന് കൊടുത്തായിരുന്നു എന്നൊന്നും നാളെ പറയരുത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ BJPയിലേക്ക് വരുന്നവരെ മുഴുവൻ പണം കൊടുത്ത് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ ഈ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ളവർ വന്നല്ലോ. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പണം ഇല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ BJP കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് പണം. കോൺഗ്രസിലെ പ്രശ്നമായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പൊസിഷൻ അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. യെസ്, അതെ അതെ അതെ. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. തലേന്ന് വരെ നരേന്ദ്രമോദി സർക്കാർ കുഴപ്പമാണ് ഈ നാട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. അല്ലാതെ പുള്ളിക്ക് കുറെ നാൾ കൂടി ഒരു മാനസാന്തരത്തിന്റെ ഭാഗമായിട്ട് വന്നൊന്നുമല്ല. അതെ, കേവലമായ അധികാരമോഹം. അതെന്താണേലും അങ്ങനെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും വരാനൊരു BJP അല്ലേ ഉള്ളൂ, വേറെ സംവിധാനം ഇല്ലല്ലോ. ഇപ്പോ പശ്ചിമ ബംഗാളില് എല്ലാ പാർട്ടിക്കാരും നേരിടുന്ന പ്രശ്നം അതാണ്. ഇപ്പൊ മമതാ ബാനർജിക്ക് എതിരായിട്ടൊരു മുന്നണി ഉണ്ടാക്കണമെങ്കിൽ അത് BJP അല്ലാതെ വേറൊരു സംവിധാനം ഇല്ല. അതിനകത്തൊരു പ്രശ്നമുള്ളത് ജയസൂര്യൻ ഇപ്പോ അവസാനം വന്ന സുവേന്ദു അധികാരി, അദ്ദേഹത്തിന്റെ സഹോദരൻ. അല്ല, അതിന് മുമ്പ് ഏറ്റവും തുടക്കത്തിലുണ്ടായിരുന്ന മുകുൾ റോയ് എന്ന് പറയുന്ന TMCയുടെ പ്രധാനപ്പെട്ട നന്ദി. ഇവരൊക്കെ കുഴപ്പം പിടിച്ച കേസുകൾ ഉണ്ടായിരുന്നവരാണ്. നിങ്ങൾ തന്നെ സെലിബ്രേറ്റ് ചെയ്തതാണ് അവർ അപ്പുറത്തേക്കുമ്പോൾ അവർക്കെതിരായ കേസുകൾ. ഈ മുകുൾ റോയുടെ കേസ് എവിടെ പോയി നമുക്കറിയാം. ശാരദ ചിട്ടി ഫണ്ട് അദ്ദേഹം ആ കേസിൽ തന്നെ ഇല്ലാത്ത ആളായി മാറിക്കഴിഞ്ഞു. ഇപ്പോ സുവേന്ദു അധികാരിയും EDയുടെ കുരുക്കുകളിൽ പെട്ടുകിടന്ന ഒരാളാണ്. അദ്ദേഹവും അപ്പുറത്ത് വന്നു. അങ്ങനെയുള്ള ആളുകളല്ലേ വരുന്നത്. നിങ്ങൾ തന്നെ നാരദ ഓപ്പറേഷന്റെ പേരിൽ അപഹസിച്ച ആളുകൾ ഇപ്പൊ നിങ്ങളുടെ കൂടെ വന്ന് വിശുദ്ധരാകുന്നു. അതൊരു നിലനിൽക്കുന്ന ആക്ഷേപമാണ് നിങ്ങൾക്കെതിരെ. ആയിക്കോട്ടെ, അപ്പൊ നമ്മുടെ കൂടെ വന്ന് വിശുദ്ധരാവുകയൊന്നുമില്ല. അവർക്കെതിരെയുള്ള അന്വേഷണം തുടരും, അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ അന്വേഷണത്തിനൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അവർ നേരിടുക തന്നെ വേണം. അത് തന്നെയാണ് BJPയുടെ അഭിപ്രായം. പക്ഷേ എന്നാൽ പോലും എല്ലാ പാർട്ടിയിൽ നിന്നും ഒരുപോലെ വരുന്നു എന്ന് പറയുമ്പോൾ അത് CPI ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, തൃണമൂൽ ആവട്ടെ, പശ്ചിമ ബംഗാളിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ, എവിടെയൊക്കെ MPമാരും MLAമാരും ഉണ്ടോ, അവരെല്ലാം BJPയിലേക്ക് ഒരേ സമയം ഒരുപോലെ ഒഴുകിയെത്തുന്നത് തീർച്ചയായിട്ടും ഒരു ദിശാബോധം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ മമതാ ബാനർജിയുടെ ദുർഭരണത്തിൽ നിന്ന് ബംഗാളിനെ രക്ഷിക്കണം, അതിനൊരൊറ്റ പോംവഴിയേ ഉള്ളൂ, അത് BJPയാണ്. അതുകൊണ്ട് ഉള്ള ഒരു മാറ്റമാണ് ഇത്. നേതാക്കന്മാരുടെ മാത്രം മാറ്റമല്ല. 40% വോട്ട് എന്ന് പറയുമ്പോൾ നേതാക്കന്മാർ മാത്രമല്ലല്ലോ, ഞാനതാണ് എടുക്കുന്നു. ആനന്ദ് കൊച്ചുകുടിയും ആളുകൾ അപ്പുറത്തേക്ക് മാറുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോ സുവേന്ദു അധികാരി മാറുന്നു. സുവേന്ദു അധികാരി കുറച്ചു നാളായി മമതാ ബാനർജിയുമായി പ്രശ്നത്തിലാണെന്നും അവർക്കിടയിലുള്ള പ്രശ്നം രൂക്ഷമായിരുന്നു എന്ന് നമുക്കറിയാം. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹം മാറുന്നത്. അദ്ദേഹം ഇന്നലെ തീരുമാനിച്ചിന്ന് മാറുകയായിരുന്നില്ല. പക്ഷേ വരാൻ പോകുന്നത് BJP ആണ്. BJP വന്നാൽ ഈ പറയുന്ന കേസുകളൊക്കെ കുഴപ്പത്തിലാവും. അതുമാത്രമല്ല, ഒരു ബംഗാളിന്റെ സ്വഭാവം നമുക്കറിയാം. ഈ CPIMന്റെ ഗവൺമെന്റ് വീണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് വന്നപ്പോൾ CPIM പ്രവർത്തകരും നേതാക്കളും മൃഗീയമായി വേട്ടയാടപ്പെട്ടു എന്ന് നമുക്കറിയാമല്ലോ. CPMമാർ കാട്ടിലൊളിച്ചു നടക്കമുള്ള വാർത്ത നമ്മൾ വായിച്ചവരാണ്. TMCയെ വീഴ്ത്തിക്കൊണ്ട് BJP വന്നാൽ നടക്കാൻ പോകുന്ന വേട്ട ഏതൊക്കെ സ്വഭാവത്തിലാണെന്ന് അറിയാത്തവരല്ല അവിടെയുള്ള ആളുകൾ. അപ്പൊ അത് സ്മെല് ചെയ്യുന്നുണ്ടോ ഈ പറയുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ? BJP അമിത്ഷാ വരാൻ പോകുന്ന അവർക്ക് കുറച്ചുകൂടി ഗ്രൗണ്ട് അറിയാവുന്ന ആൾക്കാരാണല്ലോ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അത് ഏറെക്കുറെ ശരിയാണ്. അത് ബംഗാളിൽ പണ്ട് തൊട്ടേ, അത് കോൺഗ്രസിന്റെ സിദ്ധാർത്ഥ് ശങ്കർ റേയുടെ കാലം തൊട്ടേ അങ്ങനെയാണ്. അവിടെ മസിൽമെൻ പൊളിറ്റിക്സ് വളരെ വലിയ തോതിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അത്. ആ കോൺഗ്രസ് ഗവൺമെന്റ് അന്ന്
CPM കാരെയും ബാക്കി ഇടതുപക്ഷക്കാരെയും വേട്ടയാടിയിരുന്നു. അത് കഴിഞ്ഞ് CPM വന്നിട്ടും അവർ വളരെ സമയം അതിന് സ്പെൻഡ് ചെയ്യാതെ തന്നെ അവരും ഇത് തന്നെയാണ് ആ ഒരു മെത്തേഡ് തന്നെയാണ് അഡോപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് TMC വന്നത് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അവിടെ ഇടതുപക്ഷത്തിന് വളരെ കാലം വലിയ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ജ്യോതി ബസുവിന്റെ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തതോടുകൂടി അവിടെ നന്ദിഗ്രാമും സിംഗൂരും പിന്നെ TMC 2006 തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ നല്ലൊരു ഡെന്റ് ഉണ്ടാക്കുകയും 2011 അവർ അധികാരത്തിൽ കയറുകയും ചെയ്തു. 2011 TMC അധികാരത്തിൽ കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇനിയിപ്പോൾ ലെഫ്റ്റിന്റെ പോലെ തന്നെ വളരെ കാലം അവർ തുടരുമെന്നാണ്. പക്ഷേ അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് BJP വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവിടെ വർഗീയത അഴിച്ചുവിടാൻ കഴിഞ്ഞു. അതിൽ കുറച്ച് ഒക്കെ TMCക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം TMC അവിടെ ഒരു മുസ്ലിം വോട്ട് ബാങ്കിനെ ക്രിയേറ്റ് ചെയ്തത് ലെഫ്റ്റിന്റെ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്യാൻ അവിടെ ന്യൂനപക്ഷ വർഗീയത ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ കാണിക്കുന്ന അതേ മാതൃക, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിനെയൊക്കെ അദ്ദേഹം പറഞ്ഞ അതേ മാതൃക TMC 2011 ശേഷം അവിടെ ഉപയോഗിച്ച് ലെഫ്റ്റിന്റെ വോട്ട് ബാങ്ക് മുഴുവൻ തകർത്തു. അത് തന്നെയാണ് ഇപ്പോൾ BJPക്ക് അവിടെ വളരാൻ ഇത്ര എളുപ്പത്തിൽ പറ്റിയത്. അവിടെ ഇപ്പോൾ BJP വളർന്ന് 40%-ത്തിലെത്തി. ഇത്തവണ അവർക്ക് അധികാരം എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അടുത്ത തവണ അവർ അധികാരത്തിൽ വരുമെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഇത്തവണ അവർക്ക് ചിലപ്പോൾ അധികാരത്തിൽ വന്നേക്കാൻ പറ്റിയില്ലായിരിക്കും. എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ അപ്പോഴും ഞാൻ പേടിക്കുന്നത് അസദുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള പുതിയൊരു പാർട്ടി അവിടെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും TMCയുടെയും വോട്ട് ബാങ്കായ മുസ്ലിം വോട്ട് ഇനിയും 4ആയി സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ 3ആയി അല്ലെങ്കിൽ 2ആയി സ്പ്ലിറ്റ് ചെയ്യും. കാരണം കോൺഗ്രസ് ഇടതുപക്ഷം ഒന്നിച്ചുവാണല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3ആയിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. 27% അവിടെ മുസ്ലിം വോട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ BJPക്ക് അവിടെ വലിയ സാധ്യതകളാണ്. BJP അവിടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും എല്ലാം ഒവൈസിയെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് TMCക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പോകുന്ന ഒരു ഫ്രണ്ടിനെ അത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒവൈസി ആരുടെ നിന്ന് കൊടുക്കില്ല തീർച്ചയായും. പക്ഷെ അങ്ങനെ ഒരു വിശാല വീക്ഷണം ആരും കാണിക്കുന്നില്ല. അങ്ങനെ ആരും ഒരു വിശാല വീക്ഷണം കാണിക്കുന്നില്ല. ഒരു അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ ആർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർക്ക്, അല്ലെങ്കിൽ ഇലക്ഷനിൽ തോൽക്കുന്നത് വരെ അവർക്ക് ഇതുപോലെയുള്ള ബുദ്ധി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അത് ഹൈൻസൈറ്റിലാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇതൊക്കെ തോന്നുന്നത്. ബീഹാറിൽ നമ്മൾ കണ്ടു. ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അസദുദ്ദീൻ ഒവൈസി പറഞ്ഞത്, ഞാൻ കോൺഗ്രസിന്റെയും RJDയുടെയും അടുത്ത് പോയിരുന്നു, എനിക്ക് 4ഓ 5ഓ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവിടെ ഈ തേർഡ് ഫ്രണ്ട് അല്ലെങ്കിൽ വേറൊരു മുന്നണിയിൽ മത്സരിക്കില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനെ കൂടെ കൂട്ടാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ ബംഗാളിലും അതാണ് സംഭവിക്കുന്നത്. മത്സരിക്കാൻ വന്നിരിക്കുന്നു. ഒവൈസിയെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ, മുസ്ലിം തീവ്ര രാഷ്ട്രീയത്തിന്റെ ആളായിട്ടാണ് BJP എല്ലായിടത്തും അവതരിപ്പിക്കുന്നത് എന്നത് അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ മറ്റുള്ളവർക്ക് ഒരു തടസ്സമാണെന്ന് നമുക്കറിയാം. ഒവൈസി ആണെങ്കിൽ കൂടെ കൂട്ടിയിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും, വോട്ട് അവർക്ക് അവരുടേതായ വോട്ട് സമാഹരിക്കുമെന്ന നിർബന്ധത്തിലുമാണ്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി. ബീഹാറിൽ അവർ 5 സീറ്റ് നേടി, അവർ കുഴപ്പമുണ്ടാക്കി മറ്റുള്ളവർക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ബംഗാളിൽ എന്തുമാത്രം ഒരു ഡിസ്റ്റർബിംഗ് ഫാക്ടറാണ് ഈ പറയുന്ന ഈ മമതാ ബാനർജിക്ക് അടക്കം. അതൊരു ചെറിയ ഭീഷണിയല്ല ഞാനത് കാണുന്നത്. കാരണം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതാണ്ട് 30% വരുന്ന മുസ്ലിം വോട്ടുകൾ, വിശേഷിച്ചും വടക്കൻ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂർഷിദാബാദ്, മാൽദ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ വളരെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ TMCക്കും അതുപോലെ തന്നെ അധികാരത്തിൽ നിന്നപ്പോൾ ഇടതുപക്ഷത്തിനും കഴിഞ്ഞതും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതുമൊക്കെ ഈ പ്രദേശങ്ങളാണ്. അവിടേക്കൊക്കെയാണ് BJP ഈ ഉവൈസിയെ കൊണ്ടുവന്നിറക്കാൻ പോകുന്നത്. നമുക്കറിയാം ഉവൈസിയുടെ റോൾ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ബീഹാറിൽ കോൺഗ്രസുകാരെയും RJDയും ചെന്ന് കണ്ടിരുന്നു, പക്ഷെ അവരാരും എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്ന് പറയുന്നതൊക്കെ നാടകമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ആത്യന്തികമായി അദ്ദേഹത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് BJP വിരുദ്ധ മുസ്ലിം വോട്ടുകളെ വിഭജിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് അദ്ദേഹം കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തെ രംഗത്തിറക്കിയിരിക്കുകയുമാണ്. ആ റോളാണ് ഇനി അദ്ദേഹത്തിന് പശ്ചിമ ബംഗാളിൽ നിർവഹിക്കാനുള്ളത്.
അത് അദ്ദേഹം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചങ്കായിട്ട് ഇടതുപക്ഷത്തിനും കോൺഗ്രസ് മുന്നണിക്കും അല്ലെങ്കിൽ TMCക്കും കിട്ടേണ്ടുന്ന ന്യൂനപക്ഷ വോട്ടുകൾ വിഭജനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് മറികടക്കുവാനുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ഈ മുസ്ലിം ജനസാമാന്യത്തെ, സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഈ മുസ്ലിം ജനസാമാന്യത്തെ പറയുക എന്നുള്ളൊരു വലിയ ദൗത്യം ഈ രണ്ട് മുന്നണികൾക്കും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിഷേധിച്ചിട്ട് കാര്യമില്ല. അതവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷവും കോൺഗ്രസും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സമരങ്ങളുണ്ട്. ആ സമരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ പ്രാതിനിധ്യം, അവിടെ ഏതാണ്ട് 10-70ഓളം വർഗ ബഹുജന സംഘടനകൾ, നേരത്തെ ഇവിടെ ഷിജു ചൂണ്ടിക്കാണിച്ചതുപോലെ 10-70ലധികം ബഹുജന സംഘടനകൾ, വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകളെ പഴയ ബംഗാളിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ട്. ആ നീക്കമെന്ന് പറയുന്നത് എത്രമാത്രം പൊളിറ്റിക്കലി പ്രയോജനം ചെയ്യുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയാതെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആ ആളുകളുടെ പ്രാതിനിധ്യം അത്തരത്തിലുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റാലികളിൽ, യോഗങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നവരുടെ പ്രാതിനിധ്യം ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും പ്രതീക്ഷ നൽകുന്നതുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് TMCക്കെതിരായിട്ടുള്ളതാണ്. അവിടെ ഞാൻ കാണുന്ന വേറെ ഒരു അപകടം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വോട്ടുകൾ ഈ അർത്ഥത്തിൽ വിഭജിക്കപ്പെട്ടു പോകണമെന്നും BJP ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഭരണവിരുദ്ധ വോട്ടുകൾ, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വിഭജിക്കുവാൻ അവർ തന്ത്രം മെനയുന്നതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വോട്ടുകൾ കൂടി വിഭജിക്കപ്പെടുകയാണെങ്കിൽ BJPയുടെ കടന്നുകയറ്റം എളുപ്പത്തിലാകും എന്നും അവരോട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടി കണ്ടറിഞ്ഞുകൊണ്ടുള്ള തന്ത്രത്തിന് BJP വിരുദ്ധ പാർട്ടികൾ പശ്ചിമ ബംഗാളിൽ തയ്യാറാകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എങ്കിൽ മാത്രമേ BJPയെ പശ്ചിമ ബംഗാളിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെറുക്കാൻ കഴിയുകയുള്ളൂ. കാരണം അവരവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം ബംഗാളിനെ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയമാണ്. അതാരും കണ്ണടച്ച് അംഗീകരിച്ചു തരുന്ന വസ്തുതയുമാണ്. കാരണം ഈ പറഞ്ഞ വികസനമൊന്നുമല്ലല്ലോ BJPയുടെ അജണ്ട. രാമനവമിക്ക് പോലും ഊരിപ്പിടിച്ച 2 വാളുകളുമായി പ്രകടനം നടത്തുന്ന BJPക്കാരെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കാണാൻ കഴിയുന്നത്. രാമനും വാളുമായിട്ട് എന്താണ് ബന്ധം? ഊരിപ്പിടിച്ച 2 വാളുമായി രാമനവമി ആഘോഷിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ BJP രംഗത്തിറക്കുന്നത്. ബോധപൂർവമുള്ള വർഗീയ ധ്രുവീകരണത്തിന് BJP അവിടെ ശ്രമിക്കുകയാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ നമ്മളവിടെ കാണുന്നത് ബംഗാളികളും ബംഗാളികളല്ലാത്തവരും തമ്മിലുള്ള സമരമാണ്, അല്ലെങ്കിൽ അതിനെയാണ് തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷവും ഉപയോഗപ്പെടുത്തുന്നത് എന്നുപോലുമുള്ള സംസാരവുമായി ചർച്ചകളുമായിട്ട് BJP മുന്നോട്ട് വരികയാണ്. ബീഹാറികളായിട്ടുള്ള എത്രയോ ലക്ഷം ആളുകൾ, നമ്മളിവിടെ ബംഗാളികൾ എന്ന് പറയുമ്പോൾ ബംഗാളികളും ആസാംകാരും ഒറീസക്കാരും ഒക്കെ കേരളത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബംഗാളിലെ ജോലി ചെയ്യുന്ന പുറത്തു നിന്നുള്ള ആളുകൾ എത്ര ലക്ഷമാണ് എന്നറിയുമോ ശ്രീ ജയസൂര്യക്ക്? കൊൽക്കത്ത നഗരത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? കൊൽക്കത്ത എന്ന് പറയുന്ന മഹാനഗരത്തെ നിയന്ത്രിക്കുന്നത് ബംഗാളികളല്ല. അത് ഗുജറാത്തികളുണ്ട്, രാജസ്ഥാനികളുണ്ട്. അവിടുത്തെ തൊഴിലാളികളിൽ നല്ലൊരു പങ്കും ബീഹാറിൽ നിന്നുള്ളവരാണ്. വടക്കൻ ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ ആസാമിൽ നിന്നുള്ളവരാണ്. പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനം. മാത്രവുമല്ല, ഇന്ത്യയിലെ വിഭജനത്തിന്റെ മുഴുവൻ മുറിപ്പാടുകളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനം കൂടിയല്ലേ ബംഗാൾ. അത് ഇന്ത്യ വിഭജനമായാലും പാകിസ്ഥാൻ വിഭജനമായാലും എല്ലാ വിഭജനത്തിന്റെയും വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ. അത്രത്തോളം ഒരു പാരമ്പര്യമുള്ളൊരു സംസ്ഥാനം. ഇന്ത്യയുടെ നവോത്ഥാനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനം. ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ഒരു വർഗീയ സംഘർഷവും നടക്കാത്ത മതനിരപേക്ഷതയുടെ ഉദാഹരണമായിരുന്ന പശ്ചിമ ബംഗാൾ. ആ ബംഗാളിലാണ് മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ വിഷലിപ്തമായ പ്രചാരണവുമായി BJP ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത് ഇന്നലെ കൂടി അമിത്ഷാ വളരെ വിജയാഹ്ലാദത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ യോഗങ്ങളും സമ്മേളനങ്ങളും ഒക്കെ അവസാനിക്കുന്നതിന് മുമ്പ് പോകുന്ന പോക്കിൽ അദ്ദേഹം പൊട്ടിച്ച വെടിയും അത് തന്നെയാണ്. ഈ കോവിഡ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പൗരത്വ നിയമം ഇപ്പോൾ നടപ്പിലാക്കുന്നതിൽ താമസം നേരിട്ടത്. ഈ കോവിഡ് എന്ന് മാറിയാൽ ഉടനെ ഞങ്ങൾ ആ ബോംബുമായി പിന്നെയും വരും. വളരെ വ്യക്തമായ മതധ്രുവീകരണത്തിന് വേണ്ടുന്ന ശ്രമങ്ങൾ അത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക്. അതിൽ തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. അത് കാത്തിരുന്ന് കാണണം. ഞാൻ ഇടവേള എടുക്കുകയാണ്. വേഗം തിരിച്ചു വരാം ഈ പാനലിലേക്ക്. പെട്ടെന്ന് ചർച്ചയിലേക്ക് വീണ്ടും ഷിജു ഖാൻ, ഡോക്ടർ ഷിജു ഖാനോടൊപ്പം CPIM പറഞ്ഞു. ഷിജു, ഈ നേരത്തെ BJP ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ CPM MLA-മാരും ഉണ്ട് എന്നതാണ് അവരുടെ ആർജവം അല്ലെ ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകം. അപ്പൊ BJP ആണ് വരാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്നവരിൽ അവിടുത്തെ CPM-മാരുമുണ്ട്. CPM-ന് താഴെ തട്ടിൽ ഇപ്പോ ആളുകൾ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വാസ്യത വർദ്ധിക്കുന്നു പറയുമ്പോൾ മേലെ തട്ടിൽ CPM തിരിച്ചു വരുമെന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനല്ലേ? അല്ല, CPIM-ഉമായും ഇടതുപക്ഷവുമായിട്ടും നിരവധി നിലപാടുകളിൽ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നവരെ
സ്വീകരിക്കുകയും അവരെ ചാക്കിട്ട് പിടിക്കുകയും ചെയ്യുന്ന BJPയുടെ തന്ത്രം അതാണ് അവിടെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് എമ്പാടും BJP എങ്ങനെയാണ് അവരുടെ റിസോർട്ട് രാഷ്ട്രീയവും അവരുടെ കോടികളുടെ രാഷ്ട്രീയവും ഒക്കെ നടപ്പിലാക്കുന്നത് എന്നതിന്റെ പശ്ചാത്തലത്തിൽ വേണം ഇത് നമ്മൾ കാണാൻ. രണ്ട്, അടിത്തറയിൽ അല്ലെങ്കിൽ അടിത്തട്ടിൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത, അത് ഇപ്പോ നന്ദിഗ്രാമ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസുകൾ ആക്രമിക്കപ്പെടുകയും നിരവധി പ്രദേശങ്ങളിൽ സ്വീകാര്യത നഷ്ടപ്പെടുകയും ചെയ്ത ഇടതുപക്ഷം, അതിപ്പോ നന്ദിഗ്രാം ആവട്ടെ, ഖജൂരി ആവട്ടെ, ഗാർബട്ടയാവട്ടെ, ഖേഷ്പൂരാവട്ടെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രദേശങ്ങളിൽ അവിടെ എല്ലാം ഇടതുപക്ഷത്തിന് നല്ല സ്വീകാര്യത വരുന്നു. പാർട്ടി ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നു. വലിയ നിലയിലുള്ള ഒരു ജനാധിപത്യ സംസ്ഥാപനത്തിന് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അടക്കം തയ്യാറായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ ബംഗാളിലെ പിന്നീട് ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ BJP ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ പിന്നീട് ചിലർ സൂചിപ്പിക്കുകയുണ്ടായി, നേരത്തെ ആസാമിൽ ഉണ്ടായിട്ടുള്ള ഈ ബംഗ്ലാദേശ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട സംഘർഷം, യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ തുടക്കത്തിൽ മതപരമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് പ്രാദേശികമായിട്ടുള്ള പിന്നീട് പ്രശ്നങ്ങളായിരുന്നു, അതല്ലെങ്കിൽ പ്രാദേശിക വാദമായിരുന്നുവെങ്കിൽ പിന്നീട് 80കളും 90കളും ആകുമ്പോൾ അതൊരു മതപരമായിട്ടുള്ള പിന്നീട് പ്രശ്നമാക്കി അതിനെ മാറ്റാനുള്ള ശ്രമം നടന്നു. വലിയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായി. ബംഗാളിലും ഇപ്പോൾ നടക്കുന്നത് ഈ പൗരത്വ നിയമമടക്കം നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങളുടെ പരിണിത ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടിരിക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ ഘടകം, പിന്നെ പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 28% മുസ്ലിം ജനവിഭാഗമുള്ള ഒരു സംസ്ഥാനമാണ്. എന്നാൽ ന്യൂനപക്ഷ സമ്മർദ്ദ രാഷ്ട്രീയത്തിനൊന്നും ഒരിക്കലും വേരുണ്ടാക്കാൻ കഴിയാതെ പോയ ഒരു മണ്ണാണ് പിന്നീട് ബംഗാളിന്റെ മണ്ണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്വത്വ രാഷ്ട്രീയ സംഘടനകൾക്ക് ഒരു കാലത്തും വലിയ വേരോട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം അവരെടുത്തിട്ടുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അടക്കം ഇത്തരം കമ്മ്യൂണലായിട്ടുള്ള ചിന്താഗതി വളർത്തിക്കൊണ്ട് ഒരു സമ്മർദ്ദ രാഷ്ട്രീയം രൂപപ്പെടുത്താൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചു. അതിന്റെ പിന്നീട് പകരം എന്നോണം പിന്നീട് ഹൈന്ദവ ചില പുനരുത്ഥാന മൂല്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJP വലിയ നിലയിലുള്ള ഇടപെടൽ നടത്തി. BJPയുടെ ഇപ്പോഴത്തെ ടാക്ടിക്സ് നമ്മൾ കാണണം. BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തും, അത് വലിയ സംഘർഷങ്ങളിൽ കലാശിക്കും. ആ സംഘർഷങ്ങളിലേക്ക് BJPയുടെ ദേശീയ നേതാക്കന്മാർ കടന്നുവരും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചോദിക്കും, ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകും. അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളെ തന്നെയും രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം, ആ ടാക്ടിക്സ് അവരവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിഷാദിന്റെ ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജനാധിപത്യ ശക്തികളുടെ വലിയ നിലയിലുള്ള പ്രതിരോധവും ഐക്യനിരയും അവിടെ ഉയർന്നു വരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും നിർഭാഗ്യകരമായ ഒരു കാര്യമുണ്ടായി. അത് പ്രത്യേകിച്ച് മതേതര ചേരിയുടെ വോട്ടുകൾ ഭിന്നിക്കപ്പെടുന്നു. ആ മതേതര ചേരിയുടെ വോട്ടുകൾ ഭിന്നിക്കപ്പെടുമ്പോൾ അത് ആത്യന്തികമായി BJPക്ക് സഹായകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉത്തർപ്രദേശിലടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ വിഭജിച്ചുകൊണ്ടുള്ള ഒരു വലിയ പിന്നീട് ഒരു അപകടകരമായ വലിയ ചേരി ഉയർന്നു വരേണ്ട ആവശ്യമുണ്ട്. കാരണം BJP അവരുടെ സാധ്യമായ എല്ലാ മാർഗങ്ങളും പാറ്റുന്നുണ്ട് എന്നാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, അങ്ങനെ ഒരു പോസ്റ്റ് പോൾ അലയൻസ് എല്ലാ തരത്തിലുള്ള താല്പര്യങ്ങളെയും മാറ്റി നിർത്തി BJPയുടെ വരവിനെ തടയാൻ ബംഗാളിൽ നമുക്കറിയാം അവിടുത്തെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന്, അവരെല്ലാം കൂടി ഉണ്ടാവുന്ന ഒരു ദിവസത്തെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഘട്ടം വന്നാൽ എന്തായാലും ഒരു സെക്കൻഡ് ആനന്ദ് ഒരു സെക്കൻഡ് ഷിജുവിന് എന്താണ് പറയാനുള്ളത്? ശ്രീ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ കൂടി ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താൻ സഖാവ് പിണറായി വിജയന്റെ നിലപാടിനെ സാധ്യമല്ല. കാരണം സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷവും ഒരേ ശക്തിയോടുകൂടി തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പ്രതിരോധിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിട്ടത്. ഞാൻ ചോദിച്ചത് BJPയുടെ വരവിനെ തടയാനുള്ള എല്ലാ എന്താ പറഞ്ഞ ഹർഡിൽസും മാറ്റിവെച്ചിട്ടുള്ള ഒരുമിക്കലിനെ കുറിച്ചാണ്. അതിപ്പോ പലതരത്തിലുള്ള തടസ്സങ്ങൾ അതിനുണ്ട്. എത്ര കാണുന്നു താങ്കൾ അതിന്റെ സാധ്യത?
ഈ കഴിഞ്ഞ 5 വർഷത്തെ പാർലമെന്റിൽ അല്ലെങ്കിൽ 6 വർഷത്തെ പാർലമെന്റിലുള്ള പാർട്ടികളുടെ സഹകരണം ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് തീർച്ചയാണ് അങ്ങനെ ഒരു പോസ്റ്റ് പോൾ അലയൻസിന്റെ ഒരു ഘട്ടം വന്നാൽ, അങ്ങനെ CPM-ന്റെയും അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഒരു സഖ്യത്തിന്റെ ആവശ്യകത വന്നാൽ, എന്ന് വെച്ചാൽ ഈ എല്ലാ സീറ്റ് അല്ലെങ്കിൽ ഈ പാർട്ടികളുടെ എല്ലാം കിട്ടുന്ന സീറ്റുകൾ വെച്ച് മാത്രമേ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായും ഈ പാർട്ടികൾ ഒന്നിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിൽ ഒവൈസിയുടെ പാർട്ടി ആണെങ്കിൽ പോലും അവരാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഘട്ടം വന്നാൽ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഇത് വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം TMC ഒരു തവണ കൂടിയെങ്കിലും അവർക്ക് അവിടെ ബംഗാളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞാൽ പിന്നെ ബിജെപിയുടെ വളർച്ചയെല്ലാം അതിന്റെ എല്ലാം ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ അവർക്ക് ഭരണമുണ്ടെന്നുള്ളതാണ്. 2024 മോദി സർക്കാർ താഴെ ഇറക്കപ്പെട്ടാൽ ബംഗാളിൽ അവർ ഇത്രയും നാൾ ഉണ്ടാക്കിയ എല്ലാ മുന്നേറ്റവും അവർക്ക് ഒറ്റയടിക്ക് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. അതിപ്പോൾ വേറെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ വരുന്നത് പോലെ തന്നെ ബംഗാളിലും വരും. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിലെങ്കിലും തൃണമൂൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ബിജെപിയുടെ അവിടുത്തെ മുന്നേറ്റത്തെ വളരെ വലിയ തോതിൽ നരേന്ദ്രമോദി സർക്കാർ 2024 ജയിച്ചാൽ മാത്രമാണ് കാണാവുന്ന ഒരു പോയിന്റാണ്. കാരണം ഒരു തവണ കൂടി BJP സർക്കാരിന് കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോ ജയിക്കുന്ന മമതയ്ക്ക് ബംഗാളിനെ കുറച്ചുകൂടി BJP ഇതരമാക്കി നിർത്താൻ കഴിഞ്ഞേക്കുമെന്ന് അഡ്വക്കേറ്റ് ജയസൂര്യൻ. BJPയുടെ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. 4-10 10-40 ആയിട്ടുണ്ട്. പല സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് എന്നതുകൂടി ഓർക്കണം. പല ക്യാമ്പയിനും പല വിഷയങ്ങളും പല അജണ്ടയും വരുന്ന തെരഞ്ഞെടുപ്പിലാണ്. എങ്കിലും പോട്ടെ, ജനങ്ങളുടെ പിന്തുണയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ TMCയുടെ കാര്യം എടുത്താൽ TMC 2011 മുതൽ ഇങ്ങോട്ട് അവർക്കൊരു ഉലച്ചിലും ഉണ്ടായിട്ടില്ല. വോട്ട് ഷെയറിൽ എന്നുകൂടി കാണണമല്ലോ. നേരിയ വർധനയല്ലാതെ അവർ വീണുപോയിട്ടൊന്നുമല്ല നിങ്ങൾ നേടിയത് എന്നതുകൂടി കാണേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ആത്മവിശ്വാസത്തിന് പ്രശാന്ത് കിഷോർ പറയുന്ന കണക്കിന് അതിനൊരു സാധുതയുണ്ട്. അല്ല, TMC തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ഇപ്പോ നമ്മള് പോസ്റ്റ് പോൾ അലയൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്റെ അഭിപ്രായം, എന്തിനാണ് പോസ്റ്റ് പോൾ അലയൻസിലേക്ക് പോകുന്നത്? പ്രീ പോൾ അലയൻസിലേക്ക് പോകട്ടെ, എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് BJPയെ നേരിടട്ടെ. പക്ഷെ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുന്നതിന് മുമ്പ് ശ്രീ നിഷാദ് ഇവിടെ ഒവൈസിയെ കുറിച്ചുള്ള ഒരു പരാമർശം വന്നപ്പോ ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ഒവൈസി BJPയുടെ എന്തോ ഘടകകക്ഷിയാണ്, BJP അവിടെ കൊണ്ടുപോയി ഇറക്കിയിരിക്കുകയാണ് എന്നുള്ള മട്ടിലുള്ള നിരീക്ഷണം, ആ നിരീക്ഷണം ആണ് ബംഗാളിൽ പിന്തുടരുന്നതെങ്കിൽ അത് വലിയ അബദ്ധമായിരിക്കും. കാരണം 28% അതിനു മുകളിലോ മുസ്ലിം ജനസംഖ്യയുള്ള ആ പശ്ചിമ ബംഗാളില് ആദ്യം കോൺഗ്രസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് CPM, ഇപ്പൊ ഏറ്റവും അവസാനം TMC, അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തെ കേവലം വോട്ട് ബാങ്ക് ആയിട്ട് മാത്രമാണ് നിലനിർത്തിയതും ഉപയോഗിച്ചത്. എന്നാൽ അതിനപ്പുറം അവരുടെ ഒരു വികാസത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കോൺഗ്രസും CPM-ഉം TMC-യും പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഒവൈസി ഒരു സാധ്യതയ്ക്ക് വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതെന്തു തന്നെയാണെങ്കിലും ആ ഒവൈസിയെ അവിടെ എത്തിച്ച ഘടകം എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒവൈസി അവിടെ വളർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോ കേരളത്തിലെ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി വലിയ സാഹസികമായ ഒരു മുന്നേറ്റം കോൺഗ്രസ് നടത്തി. കാരണം EMSന്റെ കാലത്ത് മുസ്ലിം വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോ അതിന് ബദലായിട്ടാണ് കോൺഗ്രസ് അത് ചെയ്തതെങ്കിലും ഇപ്പോൾ വന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പോലെ KPCC കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയും പോലെ അവിടെ ഒവൈസിയെ ആരൊക്കെയാണോ കൊണ്ടുവരുന്നത് അവർക്ക് ഒവൈസിയുടെ നേതൃത്വത്തിന് കീഴിൽ ഒതുങ്ങേണ്ടി വരും. അത് കോൺഗ്രസ് ആണെങ്കിലും ദേവരാജൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ BJPയുടെ വളർച്ചയിലും TMCക്ക് വോട്ടിന്റെ കണക്കെടുത്താൽ വലിയ നഷ്ടമുണ്ടൊന്നും ഉണ്ടായിട്ടില്ല. നഷ്ടമേ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയുന്നത് തെറ്റുണ്ടാവില്ല. അവരാവട്ടെ കേന്ദ്ര സർക്കാരുമായ ഒരു ഫൈറ്റിംഗ് മൂഡിലാണ് ഇത്രയും കാലം നിന്നത്. വലിയ തോതിലുള്ള പോരാട്ടം പല ഘട്ടങ്ങളിലായി നമ്മൾ കാണുകയും ചെയ്തു. അവർക്ക് ഇപ്പോ 220 സീറ്റുണ്ട്, 147 ഉണ്ടെങ്കിൽ ഭരിക്കാം. അതിന് താഴേക്കൊക്കെ പോകാനും മാത്രം TMC ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? അവിടെ അവസാനത്തെ പോയിന്റായി ഇല്ല, അങ്ങനെ നമുക്കിപ്പോ കരുതാൻ കഴിയില്ല. കാരണം ഈ പെർസെന്റേജ് മാത്രം പെർസെന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള BJP പറഞ്ഞു ഞങ്ങൾ 18 സീറ്റ് ജയിക്കുമെന്ന്. ആ 18 സീറ്റ് അവർ ജയിച്ചു.
ഇപ്പോഴത്തെ 200 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിന് പുറകിൽ എന്ത് മാജിക്കാണ് എന്നുള്ളത് ഈ വോട്ടുകൾ മാത്രമാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളൊരു തർക്കം മാത്രമേ ഉള്ളൂ. കാരണം ചില സംസ്ഥാനങ്ങളെ സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്ത സ്ഥലത്തൊരു കൃത്രിമ ബിൽഡപ്പ് ഉണ്ടാക്കുക, അത് പുറത്തു നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുവന്നതിന്റെ ഒരു ബിൽഡപ്പ് സൃഷ്ടിക്കുക, എന്നിട്ട് ഇതേപോലെയുള്ള പാർട്ടികളെ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്ന് ആളുകളെ സ്വീകരിക്കുക, എന്നിട്ട് ഞങ്ങൾ ഇത്ര സീറ്റ് ജയിക്കുമെന്ന് നേരത്തെ പറയുക. ആ അർത്ഥത്തിലുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതിന് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കതിന്റെ കൂടുതൽ ഭീകരമായ മുഖങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. TMCയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച ഒരു പ്രശ്നം ഇവിടെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിലെ ഇടതുമുന്നണിയുടെ ഭരണത്തിന്റെ ആദ്യത്തെ 20 വർഷക്കാലം, സഖാവ് ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിലുള്ള 20 വർഷക്കാലത്തെ ഭരണം പശ്ചിമബംഗാളിനെ ഒരു ദരിദ്ര സംസ്ഥാനത്തിൽ നിന്ന് ഒരു ഫുഡ് സർപ്ലസായ ഭക്ഷ്യ സർപ്ലസായ ഒരു സംസ്ഥാനമാക്കി മാറ്റി എന്നുള്ളതാണ്. കാർഷിക വിഭവങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ഒരു സംസ്ഥാനത്തെയും ആശ്രയിക്കേണ്ടി വരാത്ത ഏക സംസ്ഥാനം ഇന്ത്യയിൽ പശ്ചിമബംഗാളാണ്. അവിടെ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണത്. നെല്ലായാലും ശരി, പച്ചക്കറികളായാലും ശരി, ഒക്കെ അമിതമായി കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനമാക്കി അതിനെ മാറ്റി. നമുക്ക് മറക്കാൻ കഴിയില്ല ബംഗാൾ ഇല്ല ഒരു കാര്യം കൂടി. ആ അർത്ഥത്തിൽ നിന്ന് ബംഗാളിനെ മാറ്റിക്കൊണ്ടുവന്നതിന് ശേഷം അവിടെ സംഭവിച്ച അവസാനത്തെ ഒരു 10 വർഷക്കാലം സംഭവിച്ച ഒരു തകരാറുണ്ട്. ആ തകരാറിൽ നിന്നാണ് മമതാ ബാനർജി ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് ലാൻഡ് ഫോർ ദ ടില്ലേഴ്സ്, കൃഷിഭൂമി കർഷകന് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം കൃഷിഭൂമി ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും അതിനെ തടഞ്ഞവനെ വെടിവെക്കുകയും ചെയ്തതോട് കൂടിയിട്ടാണ് പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ ചിത്രം മൊത്തത്തിൽ മാറിയത്. ആ പ്രയോജനം ഉണ്ടാക്കിയത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അതിന്റെ കാരണം കൂടി ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതൊക്കെ എലിമെന്റ്സ് ആണോ ഇടതുപക്ഷത്തെ താങ്ങി നിർത്തിയിരുന്നതും, ഏതൊക്കെ എലിമെന്റ്സ് ആണോ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമയത്ത് അനർഹമായി പ്രയോജനമുണ്ടാക്കിയത്, ആ വിഭാഗങ്ങളൊക്കെ തന്നെ ഒരു ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങുന്നുവെന്ന് കണ്ടപ്പോൾ തൃണമൂലിലേക്ക് ചേക്കേറിയിരുന്നു. അവസരവാദികളായിട്ടുള്ള ആളുകൾ എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതേ എലിമെന്റ്സുകൾ, അതേ വിഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് BJPയിലേക്ക് ചേക്കേറാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ ജനത എല്ലാ കാലത്തും അത് വകവെച്ചു കൊടുക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. എന്താണ് പശ്ചിമബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത്? അമിത്ഷാ എണ്ണി പറഞ്ഞ 200 സീറ്റിലേക്ക് എത്താൻ കഴിയുമോ, അതോ പ്രശാന്ത് കിഷോർ പറഞ്ഞതുപോലെ 2 അക്കത്തിൽ താഴെ BJP ഒതുങ്ങുമോ? കാത്തിരിക്കണമെന്നാലും ബംഗാൾ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ശരി, നന്ദി പി ദേവരാജൻ, ഒപ്പം സന്നിധി ജയസൂര്യൻ, ഡോക്ടർ ഷിജു ഖാൻ, ആനന്ദ് കൊച്ചുകുടി ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പങ്കുവച്ചതിനുള്ള വേണം.